സ്വാതന്ത്ര്യ സമരത്തിന്റെ നേർസാക്ഷ്യമായി ജീവിക്കുകയാണ് തിരുവനന്തപുരം വർക്കല സ്വദേശിയായ നാണു ഗോപി. വയസ്സ് 104 എത്തി നിൽക്കുമ്പോഴും അർഹിച്ച പെൻഷൻ ഒരുപാട് അകലെയാണ്. സഹതടവുകാരനൊപ്പം 1 വർഷം ജയിലിൽ കഴിഞ്ഞില്ലെന്ന കാരണം പറഞ്ഞാണ് പെൻഷൻ നിഷേധിക്കുന്നത്. ഇയർ ഓഫ് 1939 ജനുവരിയിലാണ് ഞാൻ സിംഗപ്പൂരിൽ പോകുന്നത്. 1939 സെപ്റ്റംബർ 3 ബ്രിട്ടൻ ഡിക്ലെയർ വാർ അഗൈൻസ്റ്റ് ജർമ്മനി. അതിനു മുമ്പ് അഡോൾഫ് ഹിറ്റ്ലർ ഓഫ് ജർമ്മനി ജപ്പാനീസ് ഗവൺമെന്റും ബോസുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു. 1 നൂറ്റാണ്ടിന്റെ ജീവിതം പറയുകയാണ് ഈ വയോധികൻ. അഭിമാനത്തോടെയും ഭയത്തോടെയും പറയുന്ന ഈ അനുഭവത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനൊപ്പം INA ഗൊറില്ല റെജിമെന്റിനൊപ്പമുള്ള അനുഭവങ്ങൾ ഓർത്തെടുക്കുമ്പോൾ നാണുഗോപിക്ക് പ്രായത്തിന്റെ അവശതകളില്ലാതാവും. അന്ന് പങ്കെടുത്തത് ഒന്ന് ഡ്രൈവർ നിസാമുദ്ദീൻ ഉത്തർപ്രദേശ്, രണ്ടാമത് പെരേര റേഡിയോ ഓഫീസറാണ്. പിന്നെ ആളിൻ്റെ കണക്കും മറ്റുമൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർമ്മയിൽ വരുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 77 വർഷമാകുന്നു. നാണുഗോപി എന്ന ഈ സ്വാതന്ത്ര്യ സമര പോരാളി ഇന്ന് മറ്റൊരു പോരാട്ടത്തിലാണ്. തനിക്ക് അർഹമായ പെൻഷൻ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ. 104 വയസ്സിൽ സ്വന്തം പെൻഷനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നാണുഗോപി. പെൻഷന് വേണ്ടി പൊതുഭരണ വകുപ്പുമായിട്ട് സമീപിച്ച് സെൻട്രൽ ഗവൺമെന്റ് പൊതുഭരണ വകുപ്പ് അനുവദിച്ച കേസ് pension. Your pension is sanctioned by the central government, but 2 point is not produced by the central court. Non-availability of record not produced to central government. In INA category section 4. നാണുവിന് അർഹമായ പെൻഷൻ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് അധികൃതർ തടഞ്ഞുവെക്കുന്നത്. അധികാരികളുടെ കനിവിനായി വർഷങ്ങൾ കാത്തിരുന്ന ശേഷമാണ് പെൻഷനായി നാണു കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ SSS സ്കീം, ആ സ്കീം അനുസരിച്ചുള്ള പെൻഷൻ കൊടുക്കാനായിട്ട് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അവർകൾ അദ്ദേഹത്തിന് കൊടുത്ത ആ ഉത്തരവ് നടപ്പാക്കാൻ പോലും സെൻട്രൽ ഗവൺമെന്റ് തയ്യാറായില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. എന്നാൽ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയത് രേഖകളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ സഹതടവുകാരനോടൊപ്പം 1 വർഷം ഇദ്ദേഹം സഹതടവുകാരനായി ജീവിച്ചില്ല, അല്ലെങ്കിൽ സഹതടവുകാരനായി ജയിലിൽ താമസിച്ചില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് സഹതടവുകാരൻ 11 മാസവും 15 ദിവസവും ജയിലിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നാണു നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. അടുത്ത ആഴ്ച ഹർജി പരിഗണിക്കും. രാജ്യം കയ്യേറിയ വിദേശിയെ തോൽപ്പിക്കാൻ ആയുധമേന്തി പോരാടിയ പ്രായമല്ല നാണുഗോപിക്കിപ്പോൾ. പക്ഷേ ആ പോരാട്ട വീര്യത്തിന് കൈമോശം വന്നിട്ടുമില്ല. അർഹമായ അവകാശം കിട്ടുന്നതുവരെ പോരാടുക തന്നെ ചെയ്യും. കൊച്ചിയിൽ നിന്ന് അക്ഷയ് VS-നൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം.